ഏക വ്യക്തി, ബാലൻസ് ഷീറ്റും ഇല്ല, അക്കൗണ്ടും ഇല്ല. മദർ തെരേസ എന്നും കടത്തിലാണ്, കോടികൾ വരുന്നു പോകുന്നു, ഒരു റെക്കോർഡും ഇല്ല. ഒരു റെക്കോർഡും ഇന്നവരെ അവരൊക്കെ ആരും ചോദിച്ചിട്ടുമില്ല. സെയിന്റ് ആകുമ്പോൾ നമുക്ക് ചോദിക്കാൻ പാടില്ല. ദൈവ തുല്യമായിട്ട് പലരും കാണുന്ന ഒരാള് നിങ്ങളുടെ കണക്ക് എവിടെ എന്നൊക്കെ ചോദിക്കാൻ പാടുന്നു. ഇത് തന്നെയാണ് പല പല അമ്മമാരുടെയും അച്ഛന്മാരുടെയൊക്കെ വീട്ടില് ഇപ്പൊ നടക്കുന്നത്. ഇനി മദർ തെരേസയുടെ കാപട്യത്തിന്റെ മറ്റൊരു വശം. We have a closer look tonight at new revelations about Mother Teresa and how this woman of God spent much of her life struggling with her faith. A decade after her death, letters she wrote are being published. In them, she agonizes over her doubts about God and questions her own belief. With her public words and selfless works, many believed Mother Teresa was the very embodiment of faith. ABC's Bill Weir on the private part of her story. In dozens of letters spanning 66 years, Mother Teresa described the emptiness inside her. No faith, no love, no zeal. The saving of souls holds no attraction. Heaven means nothing, she wrote. It has been like this more or less from the time I started the work. Her work began when she heard God tell her to open a mission in Calcutta. But once she did, she never heard that voice again. What do I labor for, she wrote after 9 years in the slums. If there be no God, there can be no soul. And if there is no soul, then Jesus, you are also not true. But despite the internal crisis, she rose as the example of Christ-like devotion. Even the sisters around her had no idea of the length and the depth. Reverend Brian Kolodajczyk is publishing her letters as part of the petition for her sainthood, even though the nun asked that they be destroyed. The lives of the saints are personal, but they're not private. The documents are really great value. മദർ തെരേസയുടെ കത്തുകളാണ്. ഇതുകൂടെ കേൾക്കാം. I know because you're unusually fair-minded and well-balanced and never really opinionated. I'm interested in why on earth you tackled Mother Teresa as in the missionary position. Christopher, I'm sure you give a précis to the audience. I was asked why some of my natural tenderness and pudeur and fair-mindedness would... by the way, one mustn't confuse fair-mindedness with objectivity. You know how people often do that in this culture. People say they think even-handedness is objectivity, or fairness is objectivity, or putting both sides. There's not. Objectivity is the search for truth, even if it leads you to unwell. നിങ്ങളിവിടെ കണ്ടത് മദർ തെരേസ ഒരു വിശ്വാസി ആയിരുന്നില്ല എന്ന് അവരുടെ മരണത്തിന് ശേഷം അവരുടെ ഒരുപാട് ഡയറി കുറിപ്പുകളൊക്കെ പുറത്തു വന്ന് നമ്മളെല്ലാം വായിച്ചതാണ്. ഉള്ളിലൊരു ശൂന്യതയാണ് തനിക്ക് തോന്നുന്നതെന്നും താൻ മുകളിലോട്ട് നോക്കുമ്പോഴും താനൊന്നും കാണുന്നില്ലെന്നും തനിക്കൊന്നും കേൾക്കാൻ കഴിയുന്നില്ലെന്നും നിങ്ങൾക്ക് ദൈവമുണ്ട്, ജീസസ് ഉണ്ട് എന്ന് തോന്നുന്നുണ്ടാവാം, പക്ഷെ എനിക്കങ്ങനെ തോന്നുന്നില്ല എന്നൊക്കെ കാണുന്ന ഒരുപാട് കത്തുകൾ മദർ തെരേസ എഴുതിയിട്ടുണ്ട്. അപ്പോൾ 71 മുതൽ മദർ തെരേസയ്ക്ക് ഇന്ത്യയിൽ കാല് കുത്തിയിടം തൊട്ട് തനിക്ക് ഇങ്ങനെ തോന്നിയിരുന്നു എന്നാണ് മദർ തെരേസ പറയുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഒളിച്ചു കഴിഞ്ഞിരുന്ന ഒരു എത്തീസ്റ്റാണ് മദർ തെരേസ എന്ന് പറയേണ്ടി വരും. ഒരു എത്തീസ്റ്റ് ആകുമ്പോൾ നമ്മളുടെ എല്ലാ സാധ്യതകളും അവസാനിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യം നിലവിലുള്ളപ്പോൾ നമ്മുടെ എത്തീവിസം, നമ്മളെ ക്ലോസറ്റ് എത്തീവിസമായിട്ട് നമുക്കൊന്നെങ്കിൽ മാനവികവാദി എന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ടാഗിൽ നിലനിൽക്കാന്നുണ്ടെങ്കിൽ സാധ്യതകൾ അസ്തമിക്കുന്നില്ല. അപ്പൊ ഈ പണമെല്ലാം പറഞ്ഞ ഒരു എത്തീസ്റ്റ് ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ആരും പണം കൊടുക്കില്ല. വിശ്വാസികളാകുമ്പോൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. എല്ലാ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും അവസാനം കൈ ചെന്ന് ചേരുന്നത് വിശ്വാസിയുടെ പോക്കറ്റിലേക്കായിരിക്കും. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഇവർ ഒളിച്ചു കഴിയുക എന്ന് പറയുമ്പോൾ സംതിങ് ദാറ്റ് അതാണ് ഫ്രോഡ് എന്ന് പറയുന്നത്. മദർ തെരേസ ചെയ്തത് കൊണ്ട് അത് മഹത്തായ ഒരു കാര്യമാകുന്നില്ല എന്നാണ്. നിങ്ങളിപ്പോൾ ഹിച്ചൻസിന്റെ ഒരു വീഡിയോ കണ്ട് അദ്ദേഹം ഒരു കയ്യിൽ സിഗരറ്റും മറ്റു കയ്യില് മദ്യവുമാണ്. ഇത്ര ധൈര്യപൂർവ്വം പബ്ലിക്കായിട്ട് ലോകം മുഴുവൻ കാണേ താൻ എന്താണ് പ്രൈവറ്റായിട്ട് ചെയ്യുന്നത് എന്നുള്ളത് പബ്ലിക്കായിട്ട് തന്നെ ചെയ്യാൻ ധൈര്യം കാണിച്ചൊരു വ്യക്തിയാണ് ഹിച്ചൻസ്. ഇത് നമുക്ക് പലപ്പോഴും വളരെ ഇതായിട്ട് തോന്നാം, കാര്യം ഇങ്ങനെയൊക്കെയാണോ ഒരു വേദിയിലൊക്കെ സംസാരിക്കാൻ വരുന്നത്. പക്ഷെ ഹിച്ചൻസ് പലപ്പോഴും രണ്ട് രീതി ഇല്ല അവിടെ. പറയാനുള്ളത് പറയുക, പറയേണ്ട രീതി പറയുക, എങ്ങനെ പ്രത്യക്ഷപ്പെടുക, അതൊക്കെ അദ്ദേഹത്തിന്റെ കമാൻഡ്സ് ആണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഷീ വാസ് എ ഫനാറ്റിക് ആൻഡ് എ ഫണ്ടമെന്റലിസ്റ്റ് ആൻഡ് എ ഫ്രോഡ്. എ ഫനാറ്റിക്, എ ഫണ്ടമെന്റലിസ്റ്റ്, എ ഫ്രോഡ്. ഈ 95 പേജ് വരുന്ന പുസ്തകങ്ങൾ, പിന്നെ ഒരു വീഡിയോ ഉണ്ട്. ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ ഈ കാരണങ്ങളെ ആരും കൃത്യമായി റിപ്പൂഡിയേറ്റ് ചെയ്ത് അല്ലെ എതിർത്ത് ഞാൻ കണ്ടിട്ടില്ല. മറിച്ച് മദർ തെരേസയ്ക്കെതിരെ പറയുന്ന ഹിച്ചൻസിന് എന്തോ കുഴപ്പമുണ്ട് എന്നുള്ള പൊതുവായി വിറ്റുപോകുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലാതെ ഇന്ന കാര്യങ്ങൾ ഹിച്ചൻസ് പറഞ്ഞത് തെറ്റാണ്,
അതാണ് പറയേണ്ടത്. അല്ലാതെ ഹിച്ചൻസ് മദർ തെരേസയ്ക്കെതിരെ പറയുന്നു, മദർ തെരേസയെ നമുക്കെല്ലാം ഇഷ്ടമാണ്, അതുകൊണ്ട് ഹിച്ചൻസ് തെറ്റാണ് എന്ന് പറയുന്നതിനകത്ത് കാര്യമില്ല. അദ്ദേഹത്തിന്റെ ഹെൽസ് ഏഞ്ചൽ എന്ന് പറഞ്ഞൊരു Helicopter touched down at about 11:20 this morning. The crowds were gathering here at Knock. Among all of you who have made this pilgrimage to Knock this afternoon, ഈ വീഡിയോന്റെ ഫുൾ ഫോം നിങ്ങൾക്ക് കിട്ടും. ഇത് കുറെ സമയം കളയാത്തോണ്ട് ഞാൻ ഇത് ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് അവരുടെ ആക്ടിവിറ്റീസ്, എങ്ങനെയാണ് ഇവർ പണം ചെലവഴിക്കുന്നത്, എന്താണ് അവരോട് ചേരുന്ന ചികിത്സ, ഇതെല്ലാം ഹിച്ചൻസിന്റെ തന്നെ ശബ്ദമാണ് അതിന് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് കാണേണ്ടതാണ്. ഇന്റർനെറ്റിൽ ഫ്രീ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുകയോ നമുക്ക് വ്യൂ ചെയ്യുകയോ സാധിക്കും. പിന്നെ ഹിച്ചൻസിനെ നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിതമായിട്ട് പരിചയപ്പെടുന്നവർക്ക് മനസ്സിലാക്കും. ഹി വാസ് എ വണ്ടർഫുൾ സ്പിരിച്വലിസ്റ്റ്. സ്പിരിറ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണ്. അത് ലോകത്ത് 2 തരം ജനങ്ങളാണുള്ളത്, മെറ്റീരിയലിസ്റ്റുകളും സ്പിരിച്വലിസ്റ്റുകളും. സ്പിരിച്വലിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ അല്പം സ്പിരിറ്റ് അടിക്കുന്ന ആൾക്കാരെന്നാണ് ഉദ്ദേശിച്ചത്. അവർക്കാണ് ഭൂരിപക്ഷം. മാത്രമല്ല, അദ്ദേഹം ഏത് ചർച്ചയിലോ പ്രസംഗത്തിലോ ഒക്കെ ആണെങ്കിലും ഒന്നിൽ എരിയുന്നില്ല. നമ്മുടെ വിഷ്ണുവിന്റെ കണക്ക് കയ്യിൽ ചക്രവും എന്നൊക്കെ പറയുന്നോണം, ഒരു കയ്യിൽ സിഗരറ്റും മറ്റേ കയ്യിൽ കുപ്പിയും ഗ്ലാസ്, നോ പ്രോബ്ലം. അത് ശരിയാണെന്നല്ല ഞാൻ അങ്ങേയറ്റം എതിർക്കുന്ന ഞാനൊരു മദ്യവിരുദ്ധ പ്രവർത്തകൻ കൂടി ആയതുകൊണ്ട് എനിക്കൊട്ടും സഹിക്കാൻ വയ്യാത്ത ഒരു കാര്യമാണ്. അങ്ങനെയാണ് അദ്ദേഹം ജീവിതം ആഘോഷിക്കാനും അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞിരുന്ന മദ്യപിക്കുന്നത് കൊണ്ട് തനിക്ക് ഒരുപാട് പ്രയോജനങ്ങൾ ഉണ്ടായെന്ന് എന്നാണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചർച്ചകളൊക്കെ ഒരുപാട് നേരം ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നുണ്ട്. പ്രൊലോങ് ദ കോൺവെർസേഷൻ. അത് ശരിയാണ്. ഈ മദ്യപിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറെ അധികം സംസാരിക്കാൻ പറ്റും, അതിനകത്ത് യാതൊരു അർത്ഥവും ഉണ്ടാവില്ല. പക്ഷെ ഹിച്ചൻസ് എഴുതാനും വായിക്കാനും ഏറ്റവും കൂടുതൽ ആശ്രയിച്ച മദ്യത്തെയാണ്. അപ്പൊ ഒരിക്കൽ നിങ്ങൾ ഇതിനെ ആശ്രയിച്ച് എഴുതാനും വായിക്കാനും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതില്ലാതെ പറ്റില്ല എന്നുള്ള അവസ്ഥയാവും. ഇത് മതവിശ്വാസം പോലെയുള്ള, അത് മാക്സ് തന്നെ പറഞ്ഞോണം, ഒരു മിഥ്യാസുഖം ഇത് നൽകുന്നുണ്ട്. ഹിച്ചൻസ് വലിയ റാഷണലിസ്റ്റ് ഒക്കെ ആണെങ്കിലും ഈ മദ്യത്തോടുള്ള ഇദ്ദേഹത്തിന്റെ അടിമത്വം എന്ന് പറയുന്നത് ഒട്ടും റാഷണൽ ആയിരുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്കിനി ഒരു ചാൻസ് കൂടി തരികയാണ്, നിങ്ങൾ എന്തു ചെയ്യും, മദ്യപിക്കാതെ അല്ലാതൊക്കെ വരുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇഫ് യു ആസ്ക് വുഡ് ഐ ഡു ഇറ്റ് അഗെയിൻ ഐ വുഡ് പ്രോബബ്ലി സേ യെസ്. ഞാൻ വീണ്ടും ഇത് തന്നെ ചെയ്തു എന്ന് തന്നെ ഒരു പക്ഷെ പറഞ്ഞേക്കാം. ബട്ട് ഐ വുഡ് ഹാവ് ക്വിറ്റ് ഏർലിയർ ഹോപ്പിംഗ് ടു ഗെറ്റ് അവേ വിത്ത് ദ ഹോൾ തിങ്. പക്ഷേ ഇത് പണ്ടേ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. എല്ലാ മദ്യപാനികളും 2 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്നുകിൽ മദ്യപാനം നിർത്തുന്നു, അല്ലെങ്കിൽ ഇതിനകത്ത് വന്ന് പെടാതിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു. അല്ല, മൂന്നാമതൊരാളിനെ ഞാൻ കണ്ടിട്ടില്ല. കാര്യം ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്ക് ഇത് അവസാനം അതൊരു രോഗമായിട്ട് മാറും. പലരും നമ്മൾ എന്താ പറയാ, ഈ ഭയങ്കര കപ്പാസിറ്റിയാണ് എന്ന് പലരും പറയാറുണ്ടല്ലോ. അയാൾ ഒരു കുപ്പി അടിച്ചാലും വീഴത്തില്ല. നല്ല ആരോഗ്യമുള്ള ഒരു മനുഷ്യനാണെങ്കിൽ ചിലപ്പോൾ ഒരു ഗ്ലാസ് മദ്യം കഴിച്ചു കഴിഞ്ഞാൽ അയാൾ മറിയും. അയാൾ ആദ്യമായിട്ടാണ് കഴിക്കുന്നെങ്കിൽ. കാര്യം അയാളുടെ സെറിബെല്ലും ഒക്കെ പെട്ടെന്ന് തന്നെ അഫക്റ്റഡ് ആയിട്ട് അയാളുടെ പേശി പ്രവർത്തനങ്ങളൊന്നും അയാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അയാൾ മറിഞ്ഞു പോകും. അയാൾ ആദ്യമാണ് കഴിക്കുന്നെങ്കിൽ. പക്ഷെ അയാൾ സ്ഥിരമായിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാട്ട് ഈസ് കോൾഡ് കപ്പാസിറ്റി കൂടും. പക്ഷെ ഇത് കപ്പാസിറ്റി അല്ല, നിങ്ങളുടെ രോഗാവസ്ഥ കൂടുകയാണ്. നിങ്ങളുടെ മരവിപ്പും നിങ്ങളുടെ സെൻസിറ്റിവിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. കപ്പാസിറ്റി കൂടിയ ആളെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ രോഗി എന്നാണ് അർത്ഥം. അല്ല, അയാളുടെ ഒരു കഴിവൊന്നുമല്ല. ചിലർ പറയും അയാൾക്ക് ഭയങ്കര കപ്പാസിറ്റിയാണ്, ചിലർ ആദ്യം കഴിക്കുമ്പോഴേ വാള് വെക്കും. നേരെ തിരിച്ചാണ് കാണേണ്ടത്. കപ്പാസിറ്റി കുറഞ്ഞ വ്യക്തിയുടെ വളരെ നല്ല ആരോഗ്യമാണ് എന്നാണ് കാണുന്നത്. ഹിച്ചൻസ് ഒരുപാട് പബ്ലിക് ആയിട്ടുള്ള സെൻസേഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പുള്ളി പല ഫോട്ടോസും പല രീതിയിലൊക്കെ വന്നിട്ടുണ്ട്. വലിയൊരു ഞാൻ ഹിച്ചൻസിന്റെ പടം വെച്ചുകൊണ്ട് ഒരു ഡിബേറ്റിന്റെ പരസ്യം ചെയ്ത് കഴിഞ്ഞാൽ അത് ഹൗസ്ഫുൾ ആയിരിക്കും. ഹി വാസ് സെൻസേഷണൽ ആൻഡ് കോൺട്രവേഴ്സ്യൽ ആൻഡ് ഓൾസോ ഈസ് എ വണ്ടർഫുൾ ജീനിയസ്. ഇത് ഒരുപാട് കാര്യങ്ങളുള്ള വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ഹിച്ചൻസ്. ഇത് പല ഫോട്ടോസിന്റെ, ഞാൻ അതിനെക്കുറിച്ച് വ്യക്തിപരമായിട്ട് ഓരോ കാര്യങ്ങൾ പറയാൻ സാധിക്കില്ല. ഇത് അദ്ദേഹം ഒരു ഹൈ പ്രഷർ ടെസ്റ്റിന് വിധേയമായതാണ് ഈ ഏറ്റവും അവസാനം കിടന്നപ്പോൾ. ആ ടെസ്റ്റിന് സ്വയം വിധേയമായി അത് പബ്ലിക്കായിട്ട് ലൈവായിട്ട് കൊടുത്തു. ഇതാണ് ഈ ഗൊണ്ടാനാമയിലൊക്കെ ഇറാഖി തടവുകാരോട് അമേരിക്ക ചെയ്തു എന്ന് പറയുന്ന സാധനം. അത് സ്വയം വിധേയനാക്കി എന്തുമാത്രം മോശമാണ് എന്ന് കാണിക്കാനായിട്ടാണ് അദ്ദേഹം ശ്രമിച്ചത്. ഇനി മറ്റൊന്ന്, അദ്ദേഹത്തിന്റെ മരണം. നിങ്ങൾക്കറിയാം 2010 ജനുവരിയിലാണ് ശരിക്കും ഹിച്ച് 22 എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആത്മകഥാംശമുള്ള അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ പുസ്തകത്തിന്റെ ടൂറിൽ അദ്ദേഹം ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ
സഫജിയൽ ക്യാൻസർ, അന്നനാള ക്യാൻസറിന് വിധേയനാകുന്നു. അദ്ദേഹം വിധേയനായോടെ തന്നെ അദ്ദേഹത്തിന്റെ വാനിറ്റി ഫെയറിൽ അദ്ദേഹം ഒരു ആർട്ടിക്കിൾ എഴുതുന്നുണ്ടായി. ഐ തിങ്ക് ടോപ്പിക് ഓഫ് ക്യാൻസർ. സാധാരണ ട്രോപ്പിക് ഓഫ് ക്യാൻസർ നമ്മൾ ബയോളജി ജിയോഗ്രഫിയിൽ പഠിക്കാറുണ്ട് അല്ലെ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ്. ടോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളിലൂടെയാണ് അദ്ദേഹം സ്വന്തം രോഗവിവരം ഡിക്ലെയർ ചെയ്തത്. അതിനുശേഷം ഒരു 2 വർഷത്തോളം നീണ്ടുനിന്ന സുദീർഘമായിട്ടുള്ള ഒരു പോരാട്ടമായിരുന്നു ക്രിസ്റ്റഫർ ഹിച്ചൻസിന് അർബുദവുമായി നടത്തിയത്. അർബുദം കാണുന്ന ഉടനെ വിരളി പിടിച്ച് ഓടുന്ന ഒരു സ്വഭാവക്കാരനല്ല. പലരും പറയാറുണ്ട് മരണമാവുമ്പോൾ, നിലംപതിക്കാറാവുമ്പോൾ പല അവിശ്വാസികളും വിശ്വാസത്തിലേക്ക് പോകും. പലരും പറയാറുണ്ട് നിങ്ങൾ അവസാനമാകുമ്പോൾ ഇതെല്ലാം കളഞ്ഞിട്ട് മറ്റേലേക്ക് പോകും. ഹിച്ചൻസ് ആ ഒരു സ്വഭാവക്കാരനായിരുന്നില്ല. ദർ ഇസ് നോ എത്തീസ്റ്റ് ഇൻ ഫോക്സ് ഹോൾ എന്ന് പറയുന്ന അമേരിക്കയിൽ അതായത് ഒരിക്കലും യുദ്ധക്കിടങ്ങിൽ ഒരു എത്തീസ്റ്റ് ഉണ്ടാവില്ല. യുദ്ധക്കിടങ്ങിൽ ഇരിക്കുന്ന എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. നേരെ തിരിച്ചാ, യുദ്ധക്കിടങ്ങിലുള്ളവരെല്ലാം എത്തീസ്റ്റുകൾ തന്നെ. കാര്യം അവർ യുദ്ധക്കിടങ്ങിൽ ഇറങ്ങിയിരിക്കുന്നത് തന്നെ വേറെ ഒരു സംരക്ഷണത്തിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. അവർ സർവായുധ വിഭൂഷിതരായിട്ടാണ് ഇരിക്കുന്നത്. അവരുടെ ബോംബുണ്ട്, കത്തിയുണ്ട്, അവർ ഒളിച്ചിരിക്കുന്നു. ഇതെല്ലാം തന്നെ തങ്ങളെ രക്ഷിക്കുന്ന ഒരു സർവ്വശക്തി ഉണ്ടെങ്കിൽ ഈ കോപ്രായം കാണിക്കേണ്ട കാര്യമില്ല. അവർ ശരിക്കും അവർ എത്തീസ്റ്റ് ആയ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് അവരങ്ങനെ നിൽക്കുന്നത്. പക്ഷെ അമേരിക്കയിൽ പലയിടത്തും നിങ്ങൾക്ക് ചെന്നാൽ കാണാൻ കഴിയും ദർ ഇസ് നോ എത്തീസ്റ്റ് ഇൻ ഫോക്സ് ഹോൾസ്. യുദ്ധക്കിടങ്ങിൽ നിരീശ്വരവാദികളില്ല എന്നുള്ള പരസ്യം. പക്ഷെ ഡോക്കിൻസ് പറയുകയുണ്ടായി ക്രിസ്റ്റഫർ ഹിച്ചൻസ് യുദ്ധക്കിടങ്ങിലെ നിരീശ്വരവാദി തന്നെയാണ്. നമ്മള് 75-ാമത്തെ വയസ്സിൽ ക്യാൻസർ വരും എന്ന് കരുതി 5-ാമത്തെ വയസ്സിലെ ആരും കീമോതെറാപ്പി തുടങ്ങാറില്ലല്ലോ. അവസാനം ഇനി ഒരുപക്ഷെ നിങ്ങൾ വളരെ ശിഥിലമായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ കിടക്ക നനച്ചെന്നിരിക്കും, നിങ്ങൾ കുട്ടികളുടെ കണക്ക് സംസാരിച്ചെന്നിരിക്കും, നിങ്ങൾ പിച്ചും പേയും പറഞ്ഞിരിക്കും, നിങ്ങളെല്ലാം മറന്നുപോയെന്നിരിക്കും, നിങ്ങൾ പലതും കാണിച്ചെന്നിരിക്കും. അത് നിങ്ങളല്ല, നിങ്ങൾ നശിച്ച അവസ്ഥയിലാണ്. നിങ്ങൾ നശിച്ച അവസ്ഥയിൽ ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിൽ ഒരു വേദപുസ്തകം കൊണ്ട് തന്നാൽ അതിങ്ങനെ പിടിച്ച് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞെന്നും ഇരിക്കും. അതാണ് ഹിച്ചൻസ് ചോദിച്ചത്. നിങ്ങൾ 75-ാം വയസ്സിൽ അർബുദം വരുമെന്ന് കരുതി ആരെങ്കിലും 5-ാമത്തെ വയസ്സിൽ കീമോതെറാപ്പി തുടങ്ങുമോ? അതായത് അവസാനം ആരെങ്കിലും മതവിശ്വാസിയാകും എന്നുള്ള പേടി കൊണ്ട് ജനിക്കുമ്പോഴേ ഈ സ്റ്റുപ്പിഡ് തിങ് തലയിൽ വെച്ചുകൊണ്ട് ഈ മങ്കി ഓൺ ദ ബാക്ക് ചുമന്നുകൊണ്ട് നടക്കുമോ എന്ന് അദ്ദേഹം ചോദിച്ചു. അത് ആ ധൈര്യത്തോടെയും ആ സ്ഥൈര്യത്തോടെയാണ് ഹിച്ചൻസ് വിടവാങ്ങിയത്. അദ്ദേഹത്തോട് പലരും ചോദിച്ചു നിങ്ങൾ കൺവേർഷൻ ഉണ്ടാവും. I have resented the idea that it should be assumed now that you may be terrified or depressed that now would be the time to throw out the value you have had for a lifetime. നിങ്ങൾ നിരാശാഭരിതനാണ്, നിങ്ങൾ സമ്മർദ്ദത്തിന് അടിമയാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ജീവിതകാലം മുഴുവൻ നിങ്ങൾ കൊണ്ടു നടന്ന ഒരു ആശയം ഇട്ടെറിഞ്ഞു പോകുമോ എന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. എനിക്ക് അവരോട് പരിഹാസവും സഹതാപവും മാത്രമേ ഉള്ളൂ. ആൻഡ് ഹിസ് എ റിപ്പൾസീവ് ആൻസർ, ഹോളി കണ്ടംപ്റ്റബിൾ ആൻസർ. വാഷിംഗ്ടൺ പോസ്റ്റിൽ അദ്ദേഹം എഴുതി. ഇങ്ങനൊരു ചോദ്യം തന്നെ നിങ്ങളുടെ നിസ്സഹായാവസ്ഥയാണ്. വീഴാൻ പോകുന്ന ഒരു എത്തീസ്റ്റ് എന്തെങ്കിലും വായിൽ എന്തെങ്കിലും വരുമോ എന്ന് പറഞ്ഞ് മൈക്രോഫോണുമായിട്ട് ചെല്ലുന്ന നരകിച്ച അവസ്ഥ. അതാണ് അദ്ദേഹം. എന്നിട്ട് ഹിച്ചൻസ് മരിക്കാൻ സമയമായപ്പോ വിശ്വാസികള് ഹിച്ചൻസ് ഡേ ഒക്കെ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. അദ്ദേഹത്തിന്റെ അത് CNN-IBN-ൽ ഒരു CNN-IBN-ലാണെന്ന് തോന്നുന്നു ഒരു ക്രിസ്ത്യൻ ജൂയിഷ് ബേസ് ഉള്ള ഒരു പാതിരിയായിരുന്നു ആങ്കർ. പുള്ളി ഹിച്ചൻസിനോട് ചോദിച്ചു, ഹിച്ചൻസ് നിങ്ങൾ വളരെ നിരീശ്വരവാദിയൊക്കെ ആയിരുന്നു, ഇത്രയും നാള് നിങ്ങൾ ദൈവത്തിനെതിരെ പോരാടി, നിങ്ങൾക്ക് 62 വയസ്സായിട്ടേ ഉള്ളൂ, നിങ്ങൾക്ക് ഈ മാരക രോഗം വന്നിരിക്കുന്നു, നിങ്ങൾക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടോ എന്തുകൊണ്ട് നിങ്ങൾ വൈ മീ എന്നൊരു ചോദ്യം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് ആങ്കർ ചോദിച്ചു. ആൻഡേഴ്സൺ കൂപ്പർ ആണെന്ന് തോന്നുന്നു. അപ്പോ ഹിച്ചൻസ് പറഞ്ഞ മറുപടി വളരെ രസകരമാണ്. യു ആസ്കിങ് മീ വൈ മീ, എന്തുകൊണ്ട് ഞാൻ? ഹിച്ചൻസ് കാരണങ്ങൾ നിരത്തി. ഒന്ന്, ഞാൻ അമിതമായി മദ്യപിക്കുന്ന ആളായിരുന്നു, പുകവലിക്കുന്ന ആളായിരുന്നു. തീർച്ചയായും ഞാൻ ഇങ്ങനെ ഒരു സമ്മാനം എനിക്ക് വരുന്നതിൽ വലിയ അത്ഭുതത്തിന് അവകാശമല്ല. ഇറ്റ്സ് നോട്ട് എ മിറക്കിൾ. സെക്കൻഡ് വൺ, മൈ ഫാദർ ഹാഡ് ദ സെയിം കൈൻഡ് ഓഫ് ക്യാൻസർ. എന്റെ അച്ഛൻ ഇതേ ക്യാൻസർ ഉണ്ടായിരുന്നു. നമ്പർ 3, this is a disease that killed millions of people in the past. And it is killing millions of people in the present. And it will kill millions in future if the right drug doesn't arise. And you ask me, why me? I may safely argue, why not me? നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് എന്തുകൊണ്ട് ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, എന്തുകൊണ്ട് ഞാനാകാൻ പാടില്ല? എല്ലാവർക്കും വരാമെങ്കിൽ, എല്ലാവരുടെയും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും, ഒരുപക്ഷെ ക്യാൻസർ വരാതെ മരിക്കുന്നവർ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അവർ നേരത്തെ മരിക്കുന്നതുകൊണ്ടോ ക്യാൻസർ വരുന്നതിന് മുമ്പോ മരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ എല്ലാവരും ക്യാൻസർ വന്നായിരിക്കും മരിക്കുക. അതൊരു അവസ്ഥയാണ്. ജീവിതത്തെ എന്താണോ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതേ സാഹചര്യം തന്നെയാണ്, അതേ കണ്ടീഷൻ തന്നെയാണ് ക്യാൻസറിനും കാരണമാകുന്നത്. സംതിങ് ലൈക്ക് എ സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ് എന്ന് പറയുന്നോണം
multiplication of cells, if it is rhythmic and according to the plan and as per the tune, okay, it is life. If it is just have a divergence, a kind of over accentuation, you simply have. ഒരിക്കലും നമുക്ക് ക്യാൻസറിനെ ആ രീതിയിൽ നിരോധിക്കാൻ കഴിയാത്തതിന്റെ, ഇന്നുവരെ കഴിയാത്തതിന്റെ ഒരു കാരണം എന്താണോ ജീവിതത്തെ നിർണ്ണയിക്കുന്നത് അത് തന്നെയാണ് ക്യാൻസറിന്റെയും സമവാക്യങ്ങളായി മാറുക. അതുകൊണ്ടാണ് ഹിച്ചൻസ് ചോദിച്ചത്, നിങ്ങൾ എന്തുകൊണ്ട് ഞാൻ എന്ന് ഞാൻ ചോദിക്കണോ നിങ്ങൾ ചോദിക്കുന്നത്. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, എന്തുകൊണ്ട് ഞാനാകാൻ പാടില്ല, എനിക്ക് എന്താ കൊമ്പുണ്ടോ എന്നാണ് ഹിച്ചൻസ് ചോദിച്ചത്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുനിഞ്ഞ വിശ്വാസികളോട് അദ്ദേഹം പറഞ്ഞു, ഡു നോട്ട് ട്രബിൾ deaf heaven with your bootless cries. വെറുതെ കിടന്ന് മോങ്ങി നിങ്ങളുടെ സ്വർഗത്തിന്റെ ബദിരകർണങ്ങളിൽ നിങ്ങൾ വെറുതെ സമ്മർദ്ദം ഉണ്ടാക്കരുത്. Then he also said, redemption and supernatural deliverance appears even more hollow and artificial to me than it did before. ഈ അവസരത്തിൽ നിങ്ങൾ ദൈവത്തെക്കുറിച്ചും മതത്തെക്കുറിച്ചും ഒക്കെ എന്നോട് ചോദിക്കുന്നു. എക്കാലത്തും ഞാൻ അത് കണ്ടെത്തിയതിനേക്കാൾ ശൂന്യവും അർത്ഥശൂന്യവും പൊള്ളയുമായിട്ടാണ് എനിക്കിപ്പോൾ അത് തോന്നുന്നത്. കൂടുതൽ ഞാൻ അതിനോട് വെറുത്തു തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഹിച്ചൻസ് പറഞ്ഞത്. ഹിച്ചൻസിന്റെ ഞാൻ ഇത്രയും ഒരു ഓട്ടപ്രദർശനമാണ് നടത്തിയത്. ഒരു മണിക്കൂർ സമയം കൊണ്ട് അത് ചെയ്യുക എന്നുള്ളതായിരുന്നു. എന്താണ് പ്രധാനമായി ഉദ്ദേശിക്കുക? ചിന്തിക്കാൻ ധൈര്യപ്പെടുക. ചിന്തിക്കുക എന്ന് പറയുന്നത് അത് പലപ്പോഴും നമുക്ക് ഉള്ള ഒരു അവസരം വിനിയോഗിക്കലാണ്, ഒരു സ്വാതന്ത്ര്യത്തെ ആസ്വദിക്കലും അതിനെ അറിയലുമാണ്. അദ്ദേഹം പറഞ്ഞു, സഹതാപം തള്ളുക, നിങ്ങളുടെയും മറ്റുള്ളവരുടെയും ആത്മാഭിമാനത്തിന് പ്രാധാന്യം കൊടുക്കുക. അഹങ്കാരി എന്നോ സ്വാർത്ഥനെന്നോ മുദ്ര ചാർത്തപ്പെടുന്നതിനെ ഭയക്കരുത്. പലരും നമ്മൾ പലതും ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും നമ്മൾ വിനയമൊക്കെ പലപ്പോഴും ആരും വിനയനായിട്ട് ജനിക്കുകയല്ല, ഈ സമൂഹമാണ് അവനെ വിനയനാക്കുന്നത്. വിനയം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു രണ്ടാം ചർമ്മം പോലെ നമ്മൾ എടുത്തണിയുന്ന സാധനമാണ്. കാര്യം നമ്മളൊരു ഹോമോസാപ്പിയൻസിന് അത് ഇറ്റ്സ് ക്വൈറ്റ് അൺനാച്ചുറൽ. വി പിക്കപ്പ് ദിസ് പർട്ടിക്കുലർ ഹാബിറ്റ് ഫ്രം ദ സൊസൈറ്റി ബിക്കോസ് you require that, you need that. അഹങ്കാരി എന്നോ സ്വാർത്ഥനെന്നോ മുദ്ര ചാർത്തപ്പെടാതിനെ ഭയക്കാതിരിക്കുക. എല്ലാ വിദഗ്ധരും കേവലം സസ്തനങ്ങളാണെന്ന് മാത്രം കരുതുക. ഏറ്റവും വലിയ വിദഗ്ധൻ നിങ്ങളുടെ മുന്നിൽ വന്നു നിൽക്കുമ്പോൾ, അത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആകട്ടെ, അത് റിച്ചാർഡ് ഡോക്കിൻസ് ആകട്ടെ, അല്ലെങ്കിൽ കോൾ സാഗൻ ആകട്ടെ, അയാളൊരു മനുഷ്യനാണ്. ബേസിക്കലി അയാളൊരു മാമലാണ്. അയാൾക്ക് ശരി പറയാൻ കഴിയുന്നു, ഞാൻ ആദരിക്കുന്നു. പക്ഷെ അയാൾ തെറ്റും പറയാൻ സാധ്യതയുണ്ട്, ഞാൻ അതിനെ അംഗീകരിക്കുന്നില്ല. ആരും അങ്ങനെ വലിയ ഈ മേലിൽ നിന്ന് കെട്ടിയിറക്കിയ ആളുകളോ താഴേന്ന് കുതിച്ചു വന്ന ആൾക്കാരോ, എല്ലാവരും മനുഷ്യരാണ്, എല്ലാം മാമൽസ് ആണ്. എല്ലാവരെയും ഹൃദയം പിടിക്കുന്നു. നമ്മളൊക്കെ പലരും പറയാറുണ്ട്, എല്ലാവരും വിസർജനം നടത്തുന്നു, ആഹാരം കഴിക്കുന്നു, വിയർക്കുന്നു. അതിനപ്പുറം ആരും ഇല്ല, എല്ലാവരും ഒരു വഴിക്ക് തന്നെ പോവുകയാണ്. അങ്ങനെ അമിതമായിട്ടുള്ള ഡീഫിക്കേഷൻ, ദൈവികവൽക്കരണം ഒന്നിനോടും ഒരാശയത്തോടോ വ്യക്തിയോടോ സ്ഥാപനത്തോടോ ആവശ്യമില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, മതം എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ ടോട്ടാലിറ്റേറിയൻ കൺസെപ്റ്റാണ്, ഏറ്റവും വലിയ സ്വച്ഛാധിപത്യ സങ്കല്പമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാ വിദഗ്ധരും കേവലം സസ്തനങ്ങളാണെന്ന് മാത്രം കരുതുക. നീതികേടിനും അസംബന്ധത്തിനും മുന്നിൽ കാഴ്ചക്കാരനാവരുത്. സംവാദങ്ങളും തർക്കങ്ങളും തേടിപ്പിടിക്കുക. യു ട്രേസ് ആൻഡ് ചേസ് എവറി ആർഗ്യുമെന്റ് കം യുവർ വേ. ചിലർ പറയും, ഞാൻ കുറെയൊക്കെ ആർഗ്യൂ ചെയ്താ, ഇനി മടുത്തു, ഇനി നിർത്തുക എന്നൊക്കെ പറഞ്ഞ് പലരും ചെയ്യാറുണ്ട്. ഞാൻ ആ സിംഹങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ്, ഒരിക്കലും നിർത്താതിരിക്കുക. കാരണം എന്താണ്? നിശബ്ദനായിരിക്കാൻ ശവക്കുഴിയിൽ നിങ്ങൾക്ക് ധാരാളം സമയം ലഭിക്കും. ഇഫ് യു പ്രിഫർ സൈലൻസ്, ഇഫ് യു പ്രിഫർ ഇനാക്ഷൻ, യു വിൽ ഗെറ്റ് പ്ലെന്റി ഓഫ് ടൈം ഇൻ ദ ഗ്രേവ്. ഇറ്റ് ഈസ് ഫോർ യു. അവിടെ ബുക്ക് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് നൂറ്റാണ്ടുകളോളം നിശബ്ദനായിരിക്കാനും നിർവീര്യനായിരിക്കാനും മാറി നിൽക്കാനും ഒക്കെ ഉള്ള അവസരം നിങ്ങൾക്ക് അവിടെ ഉണ്ട്. അത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. ഇപ്പൊ ജീവിച്ചിരിക്കുമ്പോൾ ഒരു സംവാദവും ഒരു തർക്കവും ഒരു ഇടപെടലും ഒഴിവാക്കാതിരിക്കുക. ആൻഡ് ഹിച്ചൻസിന്റെ ഫോട്ടോ ആണ്. ഇത് ആരാണെന്ന് ചോദിക്കണ്ടേ? എന്റെ വൈഫ് ചോദിക്കേണ്ടത് ഇത് ആരാന്ന്. ഞാൻ പറഞ്ഞ ഹിച്ചൻസ് തന്നെയാണ്. ഈസ് പാസിംഗ് അവേ. ആൻഡ് പലപ്പോഴും എനിക്ക് ഭയങ്കര വ്യക്തിപരമായിട്ട് വളരെ സങ്കടം തോന്നി. കാര്യം the way he conducted himself especially in his public life. വ്യക്തിപരമായിട്ട് നമുക്ക് പലപ്പോഴും അദ്ദേഹത്തോട് യോജിക്കാവുന്നതും വിയോജിക്കാവുന്നതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഈ ലെഫ്റ്റ് റൈറ്റ് ഷിഫ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു സമയം മാർക്സിസ്റ്റ് ആവുക, പിറ്റേ സമയം ഇറാഖ് യുദ്ധത്തെ അനുകൂലിക്കുക, ലോകത്ത് കേട്ടുകേഴ്വില്ലാത്ത കാര്യമാണ്. നമ്മൾ മാർക്സിസ്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ആണെങ്കിൽ എപ്പോഴും അമേരിക്ക 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. അതാണ് വി ആർ ട്രെയിൻ ടു ഡു ദാറ്റ്. ദർ ഇസ് നോ വേ. അമേരിക്ക ശരിയാണെന്ന് തോന്നിയാലും അമേരിക്കയെതിരെ നമ്മൾ സംസാരിക്കണം, അമേരിക്ക തെറ്റാണെന്ന് തോന്നിയാലും നമ്മൾ അല്പം കൂടെ സംസാരിക്കണം. അല്ലാതെ വി ഹാവ് നോ റൈറ്റ് ടു തിങ്ക് ആൻഡ് ദ റൈറ്റ് ആൻഡ് റോങ് ഓഫ് തിങ്സ്. ബട്ട് ഹിച്ചൻസ് is throughout a Marxist and he called himself a Trotskyist, but
ചില സമയങ്ങൾ ബുഷിനെതിരെ ഇപ്പോ ഇറാഖ് യുദ്ധത്തെ അദ്ദേഹം അനുകൂലിച്ചെങ്കിലും ബോസ്നിയൻ വാറിൽ അദ്ദേഹം ബോസ്നിയയുടെ യുദ്ധത്തിൽ അവിടുത്തെ മുസ്ലിങ്ങൾ കൂടിയായിരുന്നു അദ്ദേഹം. മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഒരു ആക്രമണമാണെന്ന് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം എഴുതി. അദ്ദേഹം അതിന്റെ ഫോർഫ്രണ്ടിലുണ്ടായിരുന്നു. അവിടെ ഇഷ്യൂ ആണ്. യൂഗോസ്ലാവിയയിൽ നടന്ന ഇഷ്യൂവില് റൈറ്റ് എന്താണ്, ഇറാഖിനെതിരെയുള്ള ആക്രമണത്തിൽ റൈറ്റ് എന്താണ്, ഓരോ വസ്തുതകളിലും ഓരോ പ്രശ്നങ്ങളിലും സ്വന്തം ചിന്തയും സ്വന്തം കാഴ്ചപ്പാടും പ്രതിഫലിപ്പിക്കാനായിട്ടുള്ള ധൈര്യം കാണിക്കുക. ദാറ്റ് വാസ് ട്രൂലി ജീനിയസ്. പലസ്തീനും അദ്ദേഹം അനുകൂലമായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് എന്ന് നമ്മൾ കണ്ടത്. ഇത്രയും നേരം സമയം ചുരുക്കം കൊണ്ടാണ്, വേണമെങ്കിൽ 2-3 മണിക്കൂർ ഹിച്ചൻസിനെ കുറിച്ച് പറയാം. ഇത്രയും നേരം ഹിച്ചൻസിന്റെ ഒരു ലോകത്തോട് ഒരു ഓട്ട പ്രദർശനം നടത്താൻ അവസരം തന്ന സയൻസ് ട്രസ്റ്റിന് നന്ദി രേഖപ്പെടുന്നു. നമസ്കാരം. പ്രഭാഷക നന്ദി. ഈ സംരംഭത്തിൽ നമ്മളോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി. ഞാൻ ഒരു കാര്യം നമ്മുടെ മാസികയെ കുറിച്ച് 2 വാചകം കൂടെ പറയാം.